ഓഡി കാറിൽ ചീര വിൽക്കാൻ പോയിട്ട് ഹിറ്റായിട്ടുള്ള സുജിത്താണ് എനിക്കൊപ്പം ഉള്ളത്. ഇത് കണ്ട, ഇത് വെണ്ടയും ചീരയും ഇടകലർത്തി ചേരിക്കണം. കണ്ട, ഇപ്പൊ ചീര വിളവെടുക്കാനായി മഴക്കാലത്ത് മത്തം വിളവെടുപ്പ് നടന്നിരിക്കണ. നെയ്ക്കുമ്പളം വിളവെടുപ്പ് ഏകദേശം 2000 കിലോ ആണ് കേട്ടാ വിളവെടുക്കാം. സുജിത്ത് ഓഡി കാറിൽ മാത്രം പോകുന്നതല്ല നമ്മൾ കണ്ടിട്ടുള്ളത്. സുജിത്തെ, മുൻപ് നമ്മൾ ഓട്ടോറിക്ഷയിൽ പോയിട്ട് സാധന സാമഗ്രികളൊക്കെ കൊണ്ടുപോവുകയും കൃഷിയിടത്തിലേക്കൊക്കെ പോകുന്ന സംഭവം നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒത്തിരി വ്യത്യാസം വന്നു. അപ്പൊ കൃഷി അടിപൊളിയാണെന്നാണ് പറഞ്ഞു വരുന്നത്. കാലത്തിനനുസരിച്ച് കൃഷിയിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ സാധ്യതകളുണ്ട്. ഇപ്പൊ ഞാൻ വന്ന സമയത്തൊന്നും ഇങ്ങനെയുള്ള ഹൈടെക് സംവിധാനത്തിലുള്ള കൃഷിയൊന്നും ഇല്ല. ഇപ്പൊ ഞാനെന്ന് വെച്ചാല് വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ നഷ്ടപ്പെട്ടു. അതായത് 10 വയസ്സാകും മുമ്പ്. അപ്പൊ അന്ന് തുടങ്ങിയ പ്രാരാബ്ദമാണ്. അന്ന് തന്നെ അതിന്റെ പൈസയുടെ വില എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അന്ന് നമ്മൾ കൂടെ കൃഷിയിലേക്ക് കുറച്ച നമുക്കൊരു 1 ഏക്കർ സ്ഥലം സ്വന്തമായിട്ട് ഉണ്ടെന്ന്. അപ്പൊ അന്ന് കുറച്ച ഉള്ള ഭൂമിയിൽ കൃഷി ചെയ്ത് ആണ് നമ്മൾ അന്ന് തുടങ്ങിയത്. അന്ന് പ്രധാനമായിട്ടൊരു ചെയ്തൊരു കൃഷി എന്ന് വെച്ചാൽ ഇപ്പോഴും എന്റെ മനസ്സിൽ കിടക്കുന്നു. ആ കൃഷി ഇന്നും വിട്ടിട്ടില്ല എന്നുള്ളതാണ്. നെയ്ക്കുമ്പോൾ എന്ന് പറയും. നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അവരൊക്കെ വന്ന് ഇവിടെ പാടവരമ്പക്കത്തൊക്കെ അവരുണ്ടാവും. അപ്പൊ അന്ന് ചെയ്യുന്നത് പയർ ചെയ്യും, ചീര ചെയ്യും, നെയ്ക്കുമ്പളം ചെയ്യും. ഇതാണ് അന്നത്തെ പ്രധാന കൃഷി. അപ്പൊ അതിൽ നിന്ന് തുച്ഛമായി കിട്ടുന്നതും അമ്മ ചകിരി പിരിയാണ്. അന്നൊക്കെ ഈ കയർ മേഖല നന്നായിട്ട് എല്ലാവരുടെ വീട്ടിൽ ഇപ്പൊ ഇവിടെ ആടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ചെറിയൊരു വരുമാനം കൊണ്ടും പിന്നെ സ്വന്തക്കാരുടെയൊക്കെ ചെറിയ സഹായം കൊണ്ടുമാണ് നമുക്ക് അന്ന് ജീവിച്ചു പോകാനായിട്ട് പറ്റിയത്. അപ്പൊ അന്ന് ശേഷം നമുക്കിപ്പം ഇതിനെ സംബന്ധിച്ചുള്ള ഞാൻ 10ാം ക്ലാസ്സിലും +2 വളരെ കുറഞ്ഞ മാർക്ക് മേടിച്ചാൽ പഠിക്കത്തിൽ വളരെ വീക്കായിരുന്നു. അപ്പൊ അതനുസരിച്ച് പെട്ടെന്ന് തന്നെ എനിക്ക് എന്റെ ക്വാളിഫിക്കേഷൻ നമുക്കറിയാല്ല. അപ്പൊ അതനുസരിച്ചുള്ള ഒരു ജോലിയിലേക്കാണ് ഞാൻ ഫോക്കസ് ചെയ്തത്. ഞാൻ ആദ്യമേ തന്നെ ഡ്രൈവിംഗിലേക്ക് പോയി. ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചത് കംപ്ലീറ്റ് ആക്കിയില്ല. ഡ്രൈവിംഗിലായിട്ട് പോയി ഗുഡ്സ് വണ്ടിയിൽ ഓടി, പല രീതിയിലുള്ള എയ്സയിൽ ഓടി, അങ്ങനെയുള്ള ബസ്സിൽ ഓടി, അങ്ങനെ പല പല രീതിയിൽ അലഞ്ഞു തിരിഞ്ഞിട്ട് 12 വർഷം മുമ്പ് നമ്മൾ വീണ്ടും കാർഷികമായിട്ട് വരുന്നത്. കാർഷികമായിട്ട് വരുമ്പോഴും പരമ്പരാഗത രീതിയിലുള്ള കൃഷിയാണ് മാത്രമാണ് ഇവിടെ അന്നും ഉള്ളത്. കൃഷിയെ കുറിച്ച് ചോദിക്കുന്നതിന് മുമ്പ് ഈ വണ്ടികൾ കുറച്ചൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ചെറിയ 2 വീലർ, പിന്നെ ഓട്ടോറിക്ഷ ആവുന്നു, പിന്നെ മറ്റൊരു കാറിലേക്ക് മാറുന്നു. ഇപ്പൊ ഔഡി വന്നപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഹിറ്റ് ആയിക്കാണ്. ഇപ്പൊ ഔഡി കർഷകൻ എന്നാണ് ഇപ്പൊ എല്ലാവരും വിശ്വസിക്കുന്നത്. കാരണം അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇപ്പം കേരളത്തിലായാലും വരുമാനം ഉണ്ടാക്കുന്ന കർഷകർ ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരൊന്നും സത്യം പറഞ്ഞ പറയാത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലായ? അപ്പം ചിലർക്ക് നഷ്ടം വരാറുണ്ട്. ചിലർക്കെന്ന് വെച്ചാൽ കുറച്ചു പേർക്ക് നഷ്ടം വരാറുണ്ട്. പക്ഷെ അത് പരമാവധി എഫർട്ട് എടുത്തുകൊണ്ട് ഇപ്പൊ ഞാൻ തുടങ്ങിയ മുതൽ ഞാൻ നമ്മുടെ ചേച്ചിമാരുടെയൊക്കെ ഇപ്പൊ നമ്മുടെ ചേച്ചിമാരൊക്കെ അടുത്തുള്ള ചേച്ചിമാരൊക്കെ അവരുടെ കൂടെ തന്നെ നിന്നുണ്ട്. കാർഷിക മേഖലയിൽ നോക്കേണ്ട ഏറ്റവും വലിയ ഫോക്കസ് എന്ന് പറഞ്ഞാൽ നമ്മള് അവരോടൊപ്പം ആരെങ്കിലും നമ്മുടെ തൊഴിലാളിയോടൊപ്പം തന്നെ നമ്മൾ കൂടെ നിന്ന് നമ്മളും കൂടെ തൊഴിലാളിയെ പോലെ ഒന്ന് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ഫോളോ അപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതാണ് എന്റെ ഒരു വിജയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അന്നത്തെ സംഭവം ശരിക്കും ഇടയ്ക്കിടയ്ക്ക് മാർക്കറ്റിലേക്ക് ചീരയായിട്ട് പോകാറുണ്ടോ ഓടിയിൽ? ഞാൻ അതിനു മുമ്പൊക്കെ ചെറിയ വീഡിയോ പോസ്റ്റ് ഇട്ടായിരുന്നു. അന്നൊക്കെ വന്നത് ഓട്ടോയിലാണ്.